എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു സ്റ്റോറേജ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് റൂമാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഇതാണ് മൈനിങ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയണിൻ്റെ ഡയമണ്ടൊക്കെ അത്യാവശ്യം നല്ല ആവശ്യമുണ്ട്. ബട്ട് നമുക്ക് ഇല്ല കേസ്, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ചില സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന എല്ലാവരും കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. ഞാൻ ടൈം ലാപ്സും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ടൈം ലാപ്സ് ഞാൻ ഇപ്പോൾ ഇടും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ മുറിക്കണത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത്തിരി ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. എത്രത്തോളം നന്നാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ചെയ്തൊക്കെ ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അതൊക്കെ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് ട്രീ നമുക്ക് മുറിക്കാണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ പറയണേ, നമ്മൾ റോഡ് ടു 150 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ അവിടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ട്രീ ഒക്കെ വെട്ടട്ടെ ഗൈസ്. അപ്പോൾ എന്നിട്ട് എനിക്കാണ് ഗൈസ് ഞാൻ ട്രീ ഒക്കെ വെട്ടിയിട്ട് അറൗണ്ട് കുറച്ചല്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാക്ക് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്റ്റാക്ക് ഉണ്ടായിരുന്നു. അതിങ്ങനെ കറക്റ്റ് ഒരു സ്റ്റാക്കായി ഗൈസ്. സ്പീഡിൻ്റെ ഒക്കെ ഒരു കഴിവ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കഴിവൊക്കെ പഠിത്തത്തിന് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തേണ്ടിയിരുന്ന, ഞാൻ ഗെയിം കളിച്ച് നടക്കുമായിരുന്നു. ഈ കഴിവൊക്കെ കറക്റ്റ് ഉത്തരമൊക്കെ പഠിച്ച് എഴുതാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എത്തേണ്ടതല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിസോഴ്സസ് നമ്മളിപ്പോൾ ഫുള്ള് ഗ്യാദർ ചെയ്തിട്ടില്ല. ബട്ട് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഒരു മൈനിങ് ഏരിയ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കണം. ഞാൻ ഉദ്ദേശിക്കണത് ഈ ഒരു പാർട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടോർച്ചില്ല കേസ്, ടോർച്ചില്ലെങ്കിൽ നമ്മൾ മൂഞ്ചൂര്. കേസ് നമ്മുടെ ഒരു എടാ എന്താണ് ഗോലെണ്ണം അടിക്കണം. അവനെ ഗോല ക്രീപ്പറിനെ അടിക്കുമോ? എടാ ഗോലം ക്രീപ്പറിനെ അടിക്കൂല തേങ്ങ, എനിക്കത് അറിയില്ലേനു. ഷിറ്റ് ബ്രോ, ഷിറ്റ്, കമോൺ ബ്രോ. പൊട്ടല്ലേ 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 പൊട്ടല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും ഈ അയൺ കോലത്തിനെ നമ്മൾ ഇവിടെ നിർത്തിയാൽ എന്ത് ഉപയോഗം ഗൈസ്? ഇവനങ്ങ് തീർത്തേക്കാം. ഹൊയ് 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 ഹൊയ്. ഇതെന്താണ്? ഇതെന്താടാ ചാവാത്ത? എൻ്റെ മൗസൊക്കെ ഞാൻ പൊളിക്കുമല്ലോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫൈനലി നമ്മൾ അയൺകുളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല ചെയ്തിട്ടുണ്ട്. ഇനി ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ ഒരു എന്താ പറയുക ഇനി, അതെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ഈ കേവാണ് നമ്മൾ ആക്കിയെടുക്കാൻ പോണത്, നമ്മൾ മൈനിങ് ഏരിയ ആക്കിയെടുക്കാൻ പോണത്. ഓക്കെ, എന്താ ബഗ്ഗാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈറ്റപ്പ് ചെയ്തേക്കാം. കാരണം നേരത്തെ ഇറങ്ങി വന്ന പോലെ ക്രീപ്പറും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞ കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ കുറേ ഡേർട്ട് നമുക്ക് വേണ്ടി. ഓക്കെ, സീനില്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ ഡേർട്ട് ഇട്ട് അടക്കും കേസ്. ഞാൻ ഇത് എന്തായാലും ഡേർട്ട് ഇട്ട് അടയ്ക്കും. അപ്പോൾ ഇനി കേസ് നിങ്ങളൊരു ടൈം ലാപ്സ് ആയിരിക്കും കാണാൻ പോണത്.
ഞാൻ ഈ ഹോൾസും കാര്യങ്ങളൊക്കെ അടക്കുന്ന ഒരു ടൈം ലാപ്സ് ആയിരിക്കും ഇതൊക്കെ അടക്കണ ഒരു ടൈം ലാപ്സ് ആയിരിക്കും കാണാൻ പോണത്. അപ്പോൾ എന്തായാലും ഗൈസ് അത് കണ്ടിട്ടോ. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹോൾസും അടച്ചു എന്നാണ് തോന്നുന്നത്. എന്താണ് ഓക്കെ, അയ്യോ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാ ഹോൾസും അടച്ചിട്ടുണ്ട്, ലൈറ്റപ്പും ചെയ്തു. ഓക്കെ, ഇങ്ങനെ അല്ല ഗൈസ് നമ്മൾ ലിറ്ററലി ചെയ്യാൻ പോണത്. നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒരു കേവ് പോലെയാവും ഗൈസ്. ഇവിടെ വേറൊരു കേവ്. എങ്ങനെയാണ് ഗൈസ് ഞാൻ പിന്നീട് വിചാരിച്ച് നമ്മൾ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കി അതിലൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ വേൾഡിൽ നമ്മളൊരു ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കില്ല, എല്ലാം നമ്മുടെ സ്വന്തം ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ബിൽഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഷവലെടുത്തിട്ട് ഇവിടെ നിന്ന് ലെവലാക്കണം കേസ്. ഓക്കെ, ഇവിടെ നിന്ന് ലെവലാക്കിയിട്ട് നമ്മുടെ വുഡ് എന്തായാലും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് പില്ലർ കേസ് ഇങ്ങനെ വെക്കണം. നമ്മൾ മറ്റേ സ്റ്റോറേജിൽ എങ്ങനെയാണോ ചെയ്തത് ആ സെയിം ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മുടെ അതൊന്ന് സീനിലൈസ്. അപ്പോൾ ഇനി ഇതൊക്കെ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജ് കിടക്കാൻ പാടില്ല കേസ്, എല്ലാം നമ്മളൊരു ലെവലാക്കി വെക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് എന്താ കേസ് ഞാൻ പറയണേ. അപ്പോൾ ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡിസൈൻ ഇനി വേണ്ട, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എൻട്രൻസ് പോലെ ആക്കിയിട്ട് അവിടെ ഒരു മൈനിങ് ഏരിയ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കേസ് ഞാൻ ആ എൻട്രൻസ് ഒന്ന് ബിൽഡ് ചെയ്യട്ടെ. അതിന് അത്യാവശ്യം കുറേ റിസോഴ്സസ് വേണം. സ്റ്റോണാണ് കേസ് അതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റോൺ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ കേസ് ഞാൻ ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ എൻട്രൻസ് കിടക്കുന്നത്. ഓക്കെ, വലിയ ഭംഗിയൊന്നുമില്ല, ഒരു നാച്ചുറൽ എൻട്രൻസ് പോലെയൊക്കെ ട്രൈ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ വില്ലേജ് ബ്രീഡറൊന്നും വർക്കാവുന്നില്ല അത് തോന്നുന്നു. അപ്പം ഇനി ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ടൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും പിക്കാക്സ് പൊട്ടിയിട്ടുണ്ട്. പിക്കാക്സ് ഓക്കെ, നമ്മുടെ കയ്യിൽ അയൺ ഉണ്ട്, അപ്പോൾ സീനൊന്നും ഇല്ല. നമുക്കൊരു പിക്കാക്സ് പോയി ഉണ്ടാക്കിയേക്കാം. ഈ വീട്ടിലൊരു ഇതുണ്ട് കേസ്. അതിപ്പോൾ ഇവിടെ വെക്കാം, സോറി മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്ന് 3 ബ്ലോക്ക് എടുത്ത് മാറ്റാം. നമ്മൾ കറക്റ്റ് ആ ലെവലൊന്നും ചെയ്യൂല കേസ്, വേറെ കുറേ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. ചിലവിടുത്ത് ഇവിടെ ഇട്ട് വെക്കാം, ഇത് ഇവിടെ വെക്കാം. ഓക്കെ, അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇത് ഓരോന്ന് കൊണ്ടുപോയി വെക്കണം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് കിടക്കണത്. ഇവിടെ ഇത് വിളിച്ചിട്ട് ഇവിടെ കുറേ പൊളിച്ച് വെക്കാം. ഇത് നമ്മൾ ഡേർട്ടും ഗ്രാവലും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ഇതുണ്ടാക്കാൻ വേണ്ടി വലിയ സീനൊന്നുമില്ല.
ഇനി നമുക്ക് ബോൺ വീലാണ് കേസ്. അതിന് ബോണ് വേണം. നമ്മുടെ കയ്യിലിപ്പോൾ ബോണില്ല. ലിറ്ററലി സത്യം പറയാം, നമ്മുടെ കയ്യിലിപ്പോൾ ബോണില്ല. എങ്ങനെങ്കിലും അത് ബോണൊപ്പിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ 3 ബ്ലോക്ക്. ഇനി ഇതാണ് നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് അടിയിലേക്ക് വെക്കാം. ദാറ്റ് ഈസ് ലുക്ക് ലൈക്ക് എന്ന് പറയാനൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആയിക്കോളും. ഇത് ഓക്കെ. ഇപ്പോൾ സീനില്ല കേസ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബിൽഡ് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലോക്ക് ഒന്ന് അടിയിലേക്ക് മൈൻ ചെയ്തേക്കാം. വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഇതോടെ നമ്മൾ ഇത് അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലാൻഡേൺ വേണം കേസ്. ലാൻഡേൺ പകരം നമുക്കിപ്പോൾ 2 ടോർച്ച് പൊട്ടിച്ച് കൊണ്ടേക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഷാരൊക്കെ മെസ്സേജ് അയക്കുന്ന കേസ്. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മൈനിങ് ഏരിയ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് കൂടി മേലൊക്കെ എടുക്കുക. അതാകുമ്പോൾ 3 ബ്ലോക്ക് ഹൈറ്റ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് പറയുന്നത്. കൊള്ളാല്ലേ, നല്ല സീൻസാണ്. ഓക്കെ, ഏഷ്യൻ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കത്തക്ക സീനാണ്, അറിയാലോ. ഇവന്മാരിതങ്ങോട്ടാ. ഓക്കെ, അപ്പം എന്തായാലും അത് പോട്ടെ. നമ്മളിങ്ങനെ നമ്മുടെ മൈനിങ് ഏരിയ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉണ്ട്, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ എന്നിറങ്ങുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് വരും കേസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഗുഡ് സീസ്, ബൈ ഗേസ്.